ഹായ് ഓൾ. ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡാറ്റ അനലിറ്റിക്സ് ടൈപ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഡാറ്റ അനലിറ്റിക്സിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഡാറ്റ മോഡലിംഗ് എന്ന് നോക്കാം. അപ്പോൾ ഡാറ്റ മോഡലിംഗ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ സെറ്റുകളെ സ്ട്രക്ചർ ചെയ്യാനും ഇൻ്റർപ്രിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റിനെയാണ് നമ്മൾ ഡാറ്റ മോഡലിംഗ് എന്ന് പറയാം. ഒന്നും കൂടെ പറയാം, ഡാറ്റ മോഡലിംഗ് എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ സെറ്റുകളെ സ്ട്രക്ചർ ചെയ്യാനും ഇൻ്റർപ്രിറ്റ് ചെയ്യാനും ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടമെൻ്റൽ കമ്പോണൻ്റാണ്. അതും ഒരു ഓർഗനൈസേഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫണ്ടമെൻ്റൽ കമ്പോണൻ്റാണ് ഡാറ്റ മോഡലിംഗ് എന്ന് പറയാം. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് അനലിസ്റ്റുകളാണ്. അവരാണിത് സ്ട്രക്ചർ ചെയ്യുന്നതും ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതൊക്കെ അനലിസ്റ്റുകളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡാറ്റ മോഡലിംഗ് ഇൻ അനാലിസിസ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് എ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ. ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ മോഡലിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അനാലിസിസിലൂടെ നമുക്ക് പറ്റും. അതേപോലെ ഡാറ്റ സ്ട്രക്ചറിനെ അബ്സ്ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. റിലേഷൻഷിപ്പുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള റൂൾസുകളെ റെപ്രസെൻ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഡാറ്റ മോഡലിങ്ങിലൂടെ പറ്റും. Determining and analyzing the data requirements required to support business activities within the bounds of related information systems in organizations is another process known as data modeling. Data modeling മറ്റൊരു രീതിയിലും നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതാണ് നമ്മളുടെ ബിസിനസ് ആക്ടിവിറ്റിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡാറ്റ റിക്വയർമെൻറ്റ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതും എന്ത് തന്നെയാണ്? ഡാറ്റ മോഡലിംഗ് തന്നെയാണ്. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിലൊക്കെ നമ്മളെ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്നതും ഡിറ്റർമൈൻ ചെയ്യുന്നതിനെയൊക്കെ നമ്മൾ റിക്വയർമെൻറ്റ് അനാലിസിസ് എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളുടെ ബിസിനസ് ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡാറ്റ റിക്വയർമെൻറ്റ്സിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നതിനെയും അനലൈസ് ചെയ്യുന്നതിനെയും ഒക്കെ നമ്മൾ ഡാറ്റ മോഡലിംഗ് എന്നാണ് പറയാം. അപ്പോൾ ഡാറ്റ മോഡലിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രിസൈസ് ആയിട്ടും വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഓർഗനൈസേഷന് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാരണം ഇതിലൂടെ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് പോസിബിളാണ്. അതേപോലെ ഈ ഒരു ഡാറ്റ സെറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. പ്രിസൈസ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എഫിഷ്യൻ്റ് അനാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ ആക്കുന്നുണ്ട്. ഇതൊക്കെ ഡാറ്റ മോഡലിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. Analyst can discover trends, understand the connections between various data items and make sure that data is efficiently and accurately stored by building models. അപ്പോൾ ഇങ്ങനെ ഡാറ്റ മോഡലിങ്ങിലൂടെ അനലിസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് എന്ന് ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ ഓരോ ഡാറ്റ ഐറ്റങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. അതിലൂടെ ഡാറ്റ അത്രയും എഫിഷ്യൻ്റ് ആയിട്ടും അക്യുറേറ്റ് ആയിട്ടും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഇതൊക്കെ ഡാറ്റ മോഡലിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് ആണ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനലിറ്റിക്സ് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് എന്താണ് ഡാറ്റ അനലിറ്റിക്സ് എന്ന് നോക്കാം. ഇറ്റ് ഇൻവോൾവ്സ് ദ പ്രോസസ് ഓഫ് കളക്ടിങ്, പ്രോസസ്സിങ് ആൻഡ് ഇൻ്റർപ്രിറ്റിംഗ് ഡാറ്റ ടു അൺകവർ ഇൻസൈറ്റ്സ് ആൻഡ് ഹെൽപ്പ് ഇൻ മേക്കിംഗ് ഡിസിഷൻസ്. അപ്പോൾ ഡാറ്റനെ കളക്ട് ചെയ്യുക, അതേപോലെ ആ ഡാറ്റനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുക, അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുക, അതിലൂടെ നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയാം. ദ പ്രോസസ് ഓഫ് കളക്ടിങ്, ഡാറ്റ കളക്ട് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക ആൻഡ് ഇൻ്റർപ്രിറ്റിംഗ്. പിന്നെ നമ്മൾ അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഹെൽപ്പ് ഇൻ മേക്കിംഗ് ഡിസിഷൻസ്. ഇതിലൂടെ നമ്മൾ ഡിസിഷനിലേക്ക് എത്തുക. ഇതിനെയാണ് നമ്മൾ ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയാം. Data analytics is the practice of examining raw data to identify trends, draw conclusions and extract meaningful information. ഇപ്പോൾ ഡാറ്റ അനലറ്റിക്സിലൂടെ നമ്മൾ എടുക്കുന്നത് റോ ഡാറ്റ ആയിരിക്കും. അതായത് പ്രത്യേകമായിട്ട് മീനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള റോ ഡാറ്റാസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ട്രെൻഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യും. അതിൽ നിന്ന് നമ്മൾ കൺക്ലൂഷൻ എടുക്കും. അതിൽ നിന്ന് നമ്മൾ മീനിങ് ഫുൾ ഇൻഫർമേഷൻസ് ആക്കി മാറ്റും. അതിലൂടെ നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാറ്റ അനലിറ്റിക്സിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സും ടൂൾസും ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പല രീതിയിലും ഡാറ്റ അനലിറ്റിക്സിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളുടെ
ഇപ്പം നമ്മുടെ പുതിയ ഒരു ഡിജിറ്റൽ വേൾഡിൽ നമുക്കറിയാം നമ്മളെ കയ്യിൽ ഹൈ കമ്പ്യൂട്ടിംഗ് പവറാണ് ഉള്ളത്. അതേപോലെ തന്നെ നമ്മളെ കയ്യിൽ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയുണ്ട്. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് അതിലൂടെ നമുക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പാസ്റ്റിലുള്ള അതായത് ഇതിൻ്റെ മുന്നേ ഉള്ള കാര്യങ്ങൾ ആക്ടിവിറ്റീസൊക്കെ എങ്ങനെയായിരുന്നു, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്, ഈ ട്രെൻഡുകളെല്ലാം നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ നമുക്കറിയാം ഹൈ കമ്പ്യൂട്ടിംഗ് പവർ ഉള്ള കാലഘട്ടമാണ്. അതേപോലെ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ അവൈലബിൾ ആണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമുക്ക് ഹൈലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് ഡാറ്റ അനലിറ്റിക്സിലൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഡാറ്റ അനലിറ്റിക്സിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ട്രെൻഡുകളെ എക്സ്ട്രാക്ട് ചെയ്യാനും അതേപോലെ ഹിഡൻ ആയിട്ടുള്ള പാറ്റേണുകളെയൊക്കെ മനസ്സിലാക്കിയിട്ട് വാല്യുബിൾ ആയിട്ടുള്ള ഡിസിഷൻ മേക്ക് ചെയ്യാനും ബിസിനസ് പ്രെഡിക്ഷൻസ് നടത്താനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഡാറ്റ അനലിറ്റിക്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനലിറ്റിക്സിലൂടെ പറ്റും. ഇനി ഡാറ്റ അനലിറ്റിക്സിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ മറ്റൊരു രീതിയിൽ ഒന്നും കൂടെ പറയുകയാണ്. എൻകംപസസ് എ വൈഡ് array of techniques for analyzing data to gain valuable insights that can enhance various aspects of operations. അപ്പോൾ പല ഓപ്പറേഷൻസിലും പല ഏരിയകളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റ അനലിറ്റിക്സ് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ പ്രത്യേക ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാറ്റേൺസ് നമുക്ക് ഡിസ്കവർ ചെയ്യാം. അതേപോലെ നമ്മൾ നോട്ടീസ് ചെയ്യാതെ പോയിട്ടുള്ള എന്തെങ്കിലും മെട്രിക്സുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ അനലിറ്റിക്സിലൂടെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ പ്രോസസ്സുകളെ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യാനും അതേപോലെ ഓവറോൾ നമ്മൾ അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഡാറ്റ അനലിറ്റിക്സിലൂടെ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു മാനുഫാക്ചറിങ് കമ്പനിയിൽ നമ്മൾ ഡാറ്റ അനലിറ്റിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അതായത് മെഷീൻ്റെ റണ്ണിങ് ടൈം എത്രയാണ്, അതൊരു ടൈപ്പ് ഓഫ് ഡാറ്റ കളക്ട് ചെയ്യുക. അതേപോലെ മെഷീൻ ഡൗൺ ടൈം എത്രയാണ്, അതേപോലെ വർക്ക് ക്യൂസ് എത്ര വരുന്നുണ്ട്, ക്യൂ ഡിലേ ഒക്കെ എത്ര വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അത് നമ്മൾ അനലൈസ് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ വർക്ക് ലോഡ് പ്ലാൻ ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യാം? നമുക്ക് ആ മെഷീൻസിൻ്റെ ഓപ്പറേഷൻസ് മാക്സിമം നമുക്ക് ഒപ്റ്റിമൽ ലെവലിൽ എൻഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ എന്താണ്? ഡാറ്റ അനാലിസിസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡാറ്റ അനലിസ്റ്റുകൾ ചെയ്യുന്നത്. ഇനി ബിയോണ്ട് പ്രൊഡക്ഷൻ ഒപ്റ്റിമൈസേഷൻ ഡാറ്റ അനലിറ്റിക്സ് ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ ഡൈവേഴ്സ് സെക്ടേഴ്സ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ സെക്ടറുകളിൽ മാത്രമല്ല പല സെക്ടറുകളിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഡാറ്റ അനലിറ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഗെയിമിങ്ങിലാണെങ്കിൽ കറക്റ്റായിട്ട് പ്ലെയേഴ്സിന് റിവാർഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡാറ്റ അനലിറ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. വൈൽ കണ്ടൻറ് പ്രൊവൈഡേഴ്സ് ലിവറേജ് അനലിറ്റിക്സ് ടു ഒപ്റ്റിമൈസ് കണ്ടൻറ് പ്ലേസ്മെൻറ്റ് ആൻഡ് പ്രസൻറ്റേഷൻ അൾട്ടിമേറ്റ്ലി ഡ്രൈവിംഗ് യൂസർ എൻഗേജ്മെൻറ്റ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും കോണ്ടൻറ്റ് ആണെങ്കിലും മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളത് കേട്ടിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഡാറ്റ അനലൈസ് ചെയ്ത് ഡാറ്റ അനലിറ്റിക്സ് നടത്തിയിട്ട് യൂസർ എൻഗേജ്മെൻറ്റ്സ് കൂട്ടുന്ന രീതിയിലുള്ള കോണ്ടൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഈ കോണ്ടൻറ്റ് പ്രൊവൈഡേഴ്സിന് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഗെയിമിങ്ങിൽ കോണ്ടൻറ്റ് പ്രൊവൈഡേഴ്സിന്, മാനുഫാക്ചറിങ്ങിൽ, ബിസിനസ്സിൽ, അങ്ങനെ എല്ലാ സെക്ടറുകളിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഡാറ്റ അനലിറ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ അനലിറ്റിക്സ് ഉണ്ട്. മെയിനായിട്ട് നമ്മൾ 4 ടൈപ്പാണ് പറയുന്നത്. പ്രെഡിക്റ്റീവ്, അതിനെയാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് എന്നും കൂടെ പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ്, ബിസിനസ് ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ മൈനിങ് വരുന്നതാണ്. പ്രിസ്ക്രിപ്റ്റീവ്, ഒപ്റ്റിമൈസേഷൻ ആൻഡ് സിമുലേഷൻ, ഡയഗ്നോസ്റ്റിക് അനലിറ്റിക്സ്, ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് ഡാറ്റ അനലിറ്റിക്സ് ആണ് വരുന്നത്. ഇനി ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് വാട്ട് ഹാപ്പൻഡ് ഇൻ ദി പാസ്റ്റിൽ എന്ത് നടന്നു എന്ന് നോക്കിയിട്ട് ഡീൽ ചെയ്യുന്ന അനലിറ്റിക്സ് ആണ് ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് അനലിറ്റിക്സ് എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റിൽ എന്തുകൊണ്ട് അങ്ങനെ നടന്നു എന്ന് പറയുന്നതാണ് ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. പ്രെഡിക്റ്റീവ് എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് വാട്ട് വിൽ ഹാപ്പൺ ഇൻ ദ ഫ്യൂച്ചറിൽ എന്ത് നടക്കും എന്നതിനെ ഡീൽ ചെയ്യുന്നതാണ് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് ഹൗ ക്യാൻ വി മേക്ക് ഇറ്റ് ഹാപ്പൻ, ഇതിനിപ്പോൾ എങ്ങനെ നമ്മൾ ഹാപ്പൻ ചെയ്യിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാ പറയുക, നമ്മൾ അതിനെങ്ങനെ ഒരു നടത്തിയെടുക്കുക എന്നുള്ളതിനെ ഡീൽ ചെയ്യുന്നതാണ് പ്രിസ്ക്രിപ്റ്റീവ്. അപ്പോൾ പാസ്റ്റിൽ എന്ത് സംഭവിച്ചു എന്ന് പറയുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ്. പാസ്റ്റിൽ എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറയുന്നതാണ് ഡയഗ്നോസ്റ്റിക്.
പിന്നെ അതേപോലെ ഫ്യൂച്ചറിൽ സംഭവിക്കാനുള്ളതാണ് പ്രഡിക്റ്റീവ്. അതേപോലെ എങ്ങനെ ആ ഒരു കാര്യത്തിന് നമ്മൾ ഹാപ്പൻ ചെയ്യിക്കുക അതിനെ പറയുന്നതാണ് പ്രിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പറയാം. താങ്ക് യു.